ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. എൻ്റെ പേര് മെർലിൻ. ഞാൻ ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നം ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ജൂൺ 19 എൻ്റെ മൂത്ത കുഞ്ഞിന് 2 മാസം മുതൽ 1 വയസ്സ് വരെ ജേർഡ് എന്ന് പറയുന്ന അസുഖമായിരുന്നു. അതായത് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവൻ ഛർദ്ദിക്കും. പ്രായത്തിനൊത്ത് അവൻ്റെ തൂക്കം കൂടുന്നില്ലായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം അവൻ മരുന്നിലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനും 2 മാസം പ്രായമുള്ളപ്പോൾ സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. എപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞാലും തൈര് പോലെ ഛർദ്ദിക്കും. ഞാൻ ഏകദേശം 1 വർഷത്തോളമായി ദിവസവും രാവിലെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമെങ്കിലും കൃപാസനത്തിൻ്റെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക മൂലം ഉടമ്പടി എടുക്കാതിരിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ അസുഖവും ബുദ്ധിമുട്ടും കരച്ചിലും സഹിക്കവയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഒരാഴ്ചത്തോളമായിട്ട് കുഞ്ഞിന് ഇതേ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു മാറ്റവും ഇല്ലാതെ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ധ്യാനം കേട്ട് ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുകയും ചെയ്യുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ 3 ദിവസത്തിന് ശേഷം കുഞ്ഞിന് കുറച്ചായിട്ട് മൂന്നാമത്തെ ദിവസം പൂർണ്ണമായിട്ടും ഛർദി മാറി. അത് കഴിഞ്ഞിപ്പം കുഞ്ഞിന് 7 മാസമായി. ഇതുവരെ കുഞ്ഞിനെ ഛർദ്ദിച്ചിട്ടേ ഇല്ല. പ്രായത്തിനൊത്ത തൂക്കവുമുണ്ട്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് നടുവേദന വന്നു. ഇതാണ് എൻ്റെ അമ്മ. അമ്മയ്ക്ക് നടുവേദനയുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ആങ്ങളയ്ക്കും കുടുംബത്തിൽ പലർക്കും ക്യാൻസർ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പം ഞങ്ങൾ ജില്ലാശുപത്രിയിൽ പാപ്സ്മിയർ ടെസ്റ്റിന് കൊടുത്തു. അപ്പോൾ അവിടെ അവർ പറഞ്ഞത് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലേ നിങ്ങളെ വിളിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ വിളിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയുടെ ദിവസം ജില്ലാശുപത്രിയിൽ നിന്ന് കോള് വന്നു, നിങ്ങൾ അടുത്ത ദിവസം ആശുപത്രി വരണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഏകദേശം ഉറപ്പിച്ചു ഇത് ക്യാൻസർ ആയിരിക്കും. അപ്പം ഞങ്ങൾ ഏത് ആശുപത്രി കൊണ്ട് ചികിത്സിക്കണം എന്ന് വരെ പ്ലാൻ ചെയ്തു. അന്ന് ഞാൻ രാത്രി മാതാവിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവേ, എൻ്റെ അമ്മയുടെ ഈ റിസൾട്ട് നെഗറ്റീവ് ആകുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മമ്മിയും പപ്പയും കൂടെ ആശുപത്രിയിൽ പോയി മമ്മിയുടെ ടെസ്റ്റ് റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നെഗറ്റീവ്. അപ്പം അവർക്കൊരു മിസ്റ്റേക്ക് പറ്റി വിളിച്ചതാണെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം ഞാൻ മുട്ടം മുൻസിഫ് കോടതിയിൽ സീനിയർ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ 6 മാസം പ്രസവാവധി എടുത്തു. അതിന് ശേഷം 2 മാസം കൂടെ അവധി നീട്ടിക്കിട്ടാൻ ജീവനക്കാർ കുറവുണ്ട്, സാധ്യതയില്ല. അപ്പോൾ എനിക്ക് അവധി ചോദിക്കാൻ തന്നെ ഭയമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി ഒപ്പിട്ടാണ് എൻ്റെ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പം ഈ കാര്യം എൻ്റെ മേലധികാരിയോട് ചോദിക്കാൻ എനിക്ക് ഭയമായതുകൊണ്ട് ഞാൻ ചോദിക്കാതെ വെറുതെ മാഡത്തിൻ്റെ റൂമിൽ പോയി നിന്നു, ഉറപ്പായിട്ടും റിജക്റ്റ് ആകുമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഭയമായിരുന്ന കാര്യം മാഡം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുവാണ്, മെർലിന് 2 മാസം കൂടെ ലീവ് വേണമല്ലേ? എന്നാൽ 2 മാസം കൂടെ ലീവ് എടുത്തിട്ട് വന്നാൽ മതി എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഭയമായിരുന്ന കാര്യം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് തന്നു കഴിഞ്ഞപ്പം എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായി തോന്നി. അതുപോലെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത കാരുണ്യപ്രവൃത്തിയായിട്ട് സ്നേഹക്കൂട് എന്ന് പറയുന്ന വൃദ്ധസദനത്തിൽ അന്നദാനം നടത്തി സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നവർക്കെല്ലാം കഴിവിനൊത്ത വിധം സഹായം ചെയ്യുമായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ ഓരോ പത്രവും വിതരണം ചെയ്തിരുന്നത്. എന്നാലാവുന്നവരോടെല്ലാം ഞാൻ ഈ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം പറഞ്ഞ് മാതാവിനോടെ സാക്ഷ്യം പറയാറുണ്ട്. മാതാവിനും ഈശോയ്ക്കും ത്രിത്വേക ദൈവത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ജീവിതത്തിൽ ഒരുപാട് അച്ചടക്കവും സന്തോഷവും സമാധാനവും നന്ദിന് ഒരുപാട് നന്ദി. 145 സങ്കീർത്തനം 18-19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഈ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം തന്നെ ഒരു വലിയ നിലവിളിയോടെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്.
നമ്മുടെ നിലവിളികളെല്ലാം പരിശുദ്ധ അമ്മ കേൾക്കുന്നു. അതിനെല്ലാം ഉത്തരം ഈശോയിൽ നിന്ന് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് ഏറ്റുവാങ്ങി തരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഏകദേശം ഈ സമയത്താണ് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ ജീവനോടുകൂടെ പ്രത്യക്ഷപ്പെട്ടത്. ജോസഫ് അച്ഛൻ ഒരിക്കൽ പറയുകയുണ്ടായി, പരിശുദ്ധ അമ്മയുടെ മുഖം ഈ ആർട്ടിസ്റ്റ് ഇവിടെ ഈ തിരുസ്വരൂപം ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. ഒരു ദിവസം അച്ഛൻ ഇവിടെ വന്ന് ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒന്നും വെളിച്ചമുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മുഖം വളരെ പ്രകാശിതമായിരുന്നു. അന്ന് അച്ഛൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മുഖം അച്ഛനെ പ്രത്യക്ഷപ്പെട്ട് കാണിച്ച ആ ഒരു മുഖമാണ് ഇന്ന് നമ്മൾ കാണുന്ന തിരുസ്വരൂപത്തിലെ ഈ അമ്മയുടെ മുഖമെന്ന് അച്ഛൻ വളരെ പ്രസന്നതയോടുകൂടി ഞങ്ങളോട് ഒരു തവണ പങ്കുവച്ചിരുന്നു. പരിശുദ്ധ അമ്മ ഇന്നും നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ആ പുഞ്ചിരിയുടെയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൻ്റെയും കാരണം. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ മകനോട് അപേക്ഷിച്ച ഒരു മധ്യസ്ഥം, അവർക്ക് വീഞ്ഞില്ല എന്ന ആ മധ്യസ്ഥം ഇന്നും ജനകോടികൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് മാധുര്യമുണ്ടാകുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഇന്നും കുരിശിനടിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സഹോദരിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ഈ സഹോദരി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു, ഞാൻ ഈ കുഞ്ഞിൻ്റെ അസുഖം എന്തു തന്നെയായാലും അത് മാറുന്നില്ല, അത് എപ്പോഴും ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തൈര് പോലെ അത് ലൂസ് മോഷനും അല്ലെങ്കിൽ ഛർദിയുമായിട്ട് മാറുകയായിരുന്നു. എന്നാൽ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ കേട്ട് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ കുഞ്ഞിന് സൗഖ്യമുണ്ടായി എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. വചനം മാംസമാകുന്നത് അപ്പോഴാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ഉത്തരം നൽകുന്നത് തിരുവചനത്തിലൂടെ മാത്രമാണ്. പരിശുദ്ധ അമ്മ വചനം കേട്ടിട്ടാണ് ഈശോയെ ഗർഭം ധരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ ആ കരാറിൽ നമ്മുടെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് സാധിച്ചു തരുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലെ ക്യാൻസർ രോഗം വീണ്ടും വീണ്ടും ഒരു ഫേറ്റലായി കൊണ്ടിരുന്ന അവസ്ഥയിൽ മെർലിൻ്റെ അമ്മയ്ക്ക് വീണ്ടും ആ ഒരു ക്യാൻസർ രോഗം വരുമോ എന്നുള്ള ഭയപ്പാടിൽ അവരിവിടെ വന്ന് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച അമ്മയുടെ റിപ്പോർട്ട് നെഗറ്റീവായി കാണപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മകൾക്കൊരു വലിയ ആവശ്യമായിരുന്നു 2 മാസത്തെ കൂടിയൊരു ലീവ് എക്സ്റ്റൻഷൻ ആവശ്യമായി വന്നപ്പോൾ അവിടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് മകളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ കൂടെ നടക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും ലഘൂകരിച്ച് സൗഖ്യം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നിയോഗമായി സമർപ്പിച്ച് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.